ഓക്കെ, കഴിഞ്ഞ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള ഫോട്ടോ അല്ലെങ്കിൽ ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള ഫോട്ടോ എങ്ങനെ നോർമൽ ആക്കാമെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ലൈറ്റ് റൂം ആണ്. സോ ലൈറ്റ് റൂമിനെ പറ്റി ഇനിയും വീഡിയോസ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് വന്നിട്ടുണ്ട്. സോ അതിനകത്തുള്ള ഗ്രാഫ് ടൂളിനെ പറ്റി, ഐ മീൻ കർവ് ടൂളിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത്. സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. കർവ് ടൂൾ എന്ന് പറയുന്നത് ലൈറ്റ് റൂമിനകത്തുള്ള ഒരു പവർ സാധനം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആ ഒരു ടൂൾ വെച്ചിട്ട് തന്നെ നിൽക്കുവാണെങ്കിൽ ഈ സാധാരണ നോർമൽ അഡ്ജസ്റ്റ്മെൻറ്റ്സും കളർ ഗ്രേഡിംഗ് വരെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. സോ ലൈറ്റ് റൂമിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ സപ്പോസ് കൊടുത്തിട്ടുണ്ട്. എനിക്ക് കർവ് ടൂൾ എങ്ങനെ ഉപയോഗിക്കാം, അത് വെച്ച് ഇങ്ങനെ കളർ ഗ്രേഡ് എന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, കർവ് ടൂളിനെ പറ്റി പറയാൻ വേണ്ടി നമ്മളൊരു ഫോട്ടോ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നിങ്ങൾ താഴെയായിട്ട് ലൈറ്റ് എന്നൊരു ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് മുകളിലായിട്ട് തന്നെ കർവ് ടൂൾ കാണാം ബ്ലാക്ക് കളറിൽ. സോ ഇതാണ് കർവ് ടൂൾ. അപ്പോൾ ഇതിൽ വൈറ്റ് ഉണ്ട്, റെഡ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ബ്ലൂ ഉണ്ട്, പിന്നെ വേറൊരു ടൂൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഫസ്റ്റ് വൈറ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ ഇതിൽ ഞാനൊരു 5 പോയിൻ്റ് ആഡ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ആ 5 പോയിൻറ്റ്സ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഒരു ചെരിഞ്ഞിട്ടാണല്ലോ ഈ ലൈനുള്ളത്. അപ്പോൾ ഇതിൽ ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് കാണുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇതാണ് ബ്ലാക്ക്സ് എന്ന് പറയുന്നത്. ഏറ്റവും മുകളിലുള്ള ലൈനാണ് വൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ അതാ ഇവിടെ കാണുന്ന ഈ വൈറ്റ്സും ബ്ലാക്ക്സും ഷാഡോസും ഹൈലൈറ്റും ഇതൊക്കെ കൂടി വരുന്നൊരു ടൂളാണ് ഈ ഒരു വൈറ്റ് കളറിനകത്തുള്ള ഈ ഒരു ടൂൾ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് ഈ കാണുന്ന എല്ലാ ടൂളും, അതായത് എക്സ്പോഷർ, കോൺട്രാസ്റ്റ്, ഹൈലൈറ്റ്, ഷാഡോസ്, ബ്ലാക്ക്സ്, അതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു ഒറ്റ സാധനം വെച്ചിട്ട് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു വൈറ്റ് ഉപയോഗിച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഈ 5 പോയിൻറ്റ്സ് ഞാനിവിടെ സെലക്ട് ചെയ്തതിന് കാരണം എന്ന് പറയുന്നത് ഇതിൽ ഈ പോയിൻ്റുള്ള ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഭയങ്കര വൈറ്റായിട്ട്, അതായത് നിങ്ങൾക്ക് ഒരു കോലം കൊണ്ടും നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കാണാൻ പറ്റാത്ത ഒരു എന്താ പറയുക ഫുൾ വൈറ്റ് ആയിട്ടുള്ള ഏരിയ ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ജസ്റ്റ് ഡിക്രീസ് ചെയ്യാനോ അങ്ങനെ നിങ്ങൾക്ക് ഒരു ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അതുപോലെ അതിന് താഴെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് കുറച്ച് ഡീറ്റെയിൽസ് ഉള്ള ഒരു ഹൈലൈറ്റ് ഏരിയ ആണത്. അതായത് കുറച്ച് ഓവർ ബ്രൈറ്റ് ആയിട്ടാണ്, പക്ഷേ ഡീറ്റെയിൽസ് ഉള്ള, അതായത് ഈ പറഞ്ഞ ഏരിയ ഞാനിപ്പോൾ കൈ കൊണ്ട് കാണിക്കുന്നുള്ളൂ, ആ ഒരു ഏരിയ കണ്ടില്ല, നമ്മളിപ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ ആ ഒരു ഏരിയ ആണ് ഈ ഒരു കുറച്ചൊരു ഓവർ ബ്രൈറ്റ് ആയിട്ടുള്ള ഏരിയ. അതുപോലെ ഈ നടുവിലത്തെ ഏരിയ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, മിഡ് ടോൺസ് എന്ന് പറയും. അതായത് നമ്മൾ ഓവർ ബ്രൈറ്റും അല്ല ഓവർ ഡാർക്കും അല്ല, ഒരു മിഡിൽ ലെവലുള്ള ഏരിയ മിഡ് ടോൺസ് എന്ന് പറയും. മെയിൻലി നമ്മളെ ഫേസ് പിന്നെ ഒരു ഒത്ത ബ്രൈറ്റ്നസ് ഉള്ള ഏരിയ ആണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, ഈ നടുവിലുള്ള അതിന് നേരെ താഴെയുള്ള ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഷാഡോസ് എന്ന് പറയും, കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഏരിയ ആണിത്. ഓക്കെ, അതുപോലെ അതിന് താഴെയുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്ലാക്ക്സ് എന്ന് പറയും. ഇത് നിങ്ങൾക്ക് തീരെ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് തീരെ ഡാർക്ക് എന്താ പറയുക ഡീറ്റെയിൽസ് കിട്ടത്തില്ല. സോ ഇത് നിങ്ങൾക്ക് ഓവർ ഡാർക്ക് ആക്കുവാനോ അല്ലെങ്കിൽ കുറച്ച് ബ്രൈറ്റ്നസ് കുറച്ച് മുകളിലോട്ട് കൊണ്ടുവന്നിട്ട് ഒരു എന്താ പറയുക ഒരു ഷെയ്ഡ് ലുക്ക് കൊണ്ടുവരാനോ നിങ്ങൾക്ക് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു റൂൾ വെച്ചിട്ട് നമുക്കിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫോട്ടോ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഈ ഫോട്ടോയിൽ എന്താ പറയുക കുറച്ച് ഫ്ലാറ്റ് ആയിട്ടാണുള്ളത്, അതായത് ബ്ലാക്ക് ആയിട്ടുള്ള ഏരിയയും വൈറ്റ് ആയിട്ടുള്ള ഏരിയയും അത് രണ്ടും ഒരേ ലെവലിലാണുള്ളത്, ഒരേ ലെവലിൽ ഡീറ്റെയിൽസ് കാണുന്ന രീതിയിലാണുള്ളത്. പക്ഷേ നിങ്ങൾക്ക് കുറച്ച് എന്താ പറയുക എന്തോ ഒരു കളർ കുറഞ്ഞ പോലെയൊക്കെ തോന്നും. അപ്പോൾ ഇതിൽ കോൺട്രാസ്റ്റ് ഇല്ല, അതായത് ഡാർക്ക് ആയിട്ടുള്ള ഏരിയ ഡാർക്കായിട്ടും അതുപോലെ വൈറ്റ് ആയിട്ടുള്ള ഏരിയ വൈറ്റ് ആയിട്ടും കാണുന്നില്ല. സോ കുറച്ച് കോൺട്രാസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി നൈസ് ആയിരിക്കും. അപ്പോൾ ആദ്യം നിങ്ങൾ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, അതായത് ഹൈലൈറ്റ് ഏരിയ കുറച്ചൊന്ന് മുകളിലോട്ടേക്കാം, ഓവറാക്കണ്ട. എന്നിട്ട് ഈ പറഞ്ഞ ഈ ഷാഡോസ് ഏരിയ കുറച്ച് താഴോട്ടേക്ക് ആയി കൊടുക്കുക. മിഡ് ടോൺസ് വേണമെങ്കിൽ ഒന്ന് ബ്രൈറ്റ് ആയി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു കുറച്ചൊന്ന് മുകളിലോട്ടാക്കി കാണിച്ചു തരാം. ഇതൊരു എസ് കർവാണ്, അതായത് കോൺട്രാസ്റ്റ് എന്ന് പറയും. ഈ ഒരു എസ് കർവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് കിട്ടുന്നതാണ്. അതായത് നേരത്തെ നമ്മൾ ഈ കാണുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിനേക്കാളും നന്നായിട്ട് നിങ്ങൾക്ക് എന്താ പറയുക ഷാർപ്പായിട്ടുള്ളൊരു കോൺട്രാസ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ആ എസ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അധികം ഓവറായിട്ട് കാണിച്ചു തന്നത്. ഓക്കെ, ഈ ഒരു ഫോട്ടോയിൽ അത്ര ഞാൻ ആക്കുന്നില്ല, ഇതിൽ ചെറിയ രീതിയിൽ ഒരു എസ് കർവ് പോലെയാണ്. ഓക്കെ, ഈ രീതിയിലാണ് ആക്കിയിട്ടുള്ളത്. പിന്നെ ഞാൻ ഇതിനകത്ത് എക്സ്പോഷർ ചെറുതായിട്ട് ഇവിടുന്ന് കുറക്കുന്നുണ്ട് കുറച്ച്. എന്നിട്ട് ഈ ഹൈലൈറ്റ്സും കുറച്ച് ഇതിനകത്ത് തന്നെ കൊടുക്കുന്നുണ്ട്, വൈറ്റ്സും ഷാഡോസ് കുറച്ച് കൂട്ടുന്നുമുണ്ട്. ഓക്കെ, ദിസ് ഈസ് ബിഫോർ ആൻഡ് ഇതാണ് ആഫ്റ്റർ. നമ്മളിതിൽ മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ കേർവ് ടൂൾ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഈ ഒരു മൊത്തം ഞങ്ങൾ എഡിറ്റ് ചെയ്തിട്ടുള്ളത്, റിയൽ കോൺട്രാസ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, ഇനി ബാക്കിയുള്ള ടൂൾ നോക്കാം. ഇതിൽ റെഡ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ബ്ലൂ ഉണ്ട്. ഇപ്പോൾ ഈ റെഡ് ടൂൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയായിരിക്കും കുറച്ച് റെഡ് ടോൺ നിങ്ങളെ എന്താ പറയുക നിങ്ങളെ ഫോട്ടോനകത്ത് കൊണ്ടുവരണമെങ്കിൽ ഇത് മുകളിലോട്ടേക്ക് ആക്കിയാൽ മതി. അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് താഴോട്ടേക്ക് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സ്യാൻ ടോണ് അല്ലെങ്കിൽ ഒരു ടീൽ ടോൺ, കുറച്ചൊരു ബ്ലൂയിഷ് ഒക്കെ പോലത്തെ ഒരു ടോൺ ഉണ്ടല്ലോ, ഒരു കളർ ഉണ്ടല്ലോ സ്യാൻ എന്ന് പറയുന്നത്. സോ ആ ഒരു കളർ കിട്ടുന്നതാണ്. അതുപോലെ ഗ്രീന് മുകളിലോട്ടായി കഴിഞ്ഞാൽ ഗ്രീൻ കളർ,
താഴോട്ടായി കഴിഞ്ഞാൽ ഒരു പർപ്പിൾ അല്ലെങ്കിൽ ഒരു മജണ്ട കളർ വരും. മുകളിലോട്ട് ഇത് ബ്ലൂ മുകളിലോട്ടായി കഴിഞ്ഞാൽ ബ്ലൂ ടോണ്, താഴോട്ടായി കഴിഞ്ഞാൽ ഒരു യെല്ലോ ടോൺ വരും. അപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യില്ലേ, അപ്പോൾ നമുക്ക് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ യെല്ലോ, കുറച്ച് കഴിഞ്ഞാൽ ബ്ലൂ, അത് ഓർമ്മിച്ച് വെച്ചാലും മതി. ഓക്കെ, പിന്നെ ഞാൻ ഒരു ടിപ്പ് പറഞ്ഞുതരാം. ഈ ഒരു ഇവിടെയുള്ള സാധനം ഉണ്ടല്ലോ, ഈ സാധനം വെച്ചിട്ട് നിങ്ങൾ കറക്റ്റ് നിങ്ങൾ ഒരു വൈറ്റ് ഏരിയ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഈ ഒരു ഫോട്ടോയിൽ വേണ്ട വൈറ്റ് ബാലൻസ് അത് സെറ്റ് ചെയ്ത് തരും. അപ്പോൾ ഇതിൽ കുറച്ചൊരു ടെമ്പറേച്ചർ ഒരു വാം ടോണിലാണുള്ളത്. ഇപ്പം കുറച്ചൊന്ന് ടെമ്പറേച്ചർ സെറ്റാക്കി എടുക്കാം. ഓക്കെ, ഇപ്പോൾ ഫേസ് ഒരു ഒത്ത ലെവലിലുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വൈബ്രൻസ് ഞാൻ ശേഷം കൂട്ടുന്നുണ്ട്. ഇതിനെപ്പറ്റിയൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, ഇതിനെപ്പറ്റിയൊന്നും നിങ്ങൾക്ക് അറിയില്ലെങ്കിലും. ഓക്കെ, ദിസ് ഈസ് ബിഫോർ ആൻഡ് ഇതാണ് ആഫ്റ്റർ. ഓക്കെ, ഇനി നമ്മൾ ഈ കാണുന്ന റെഡ്, ഗ്രീന്, ബ്ലൂ വെച്ചിട്ട് ഒരു കളർ ഗ്രേഡിങ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എനിക്കിതിൽ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടീൽ ആൻഡ് ഓറഞ്ച് ലുക്കാണ്. അതായത് ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഏരിയ എനിക്ക് ടീലായിട്ടും വേണം. അതുപോലെ ഈ താഴെയുള്ള ഏരിയ, ഐ മീൻ കുറച്ച് ഷാഡോസും ബ്ലാക്സും ഒക്കെ ഉള്ള ഏരിയയിൽ കുറച്ചൊരു യെല്ലോ ടോൺ, ടെമ്പറേച്ചറൊക്കെ കുറച്ച് വാം ടോണൊക്കെ കിട്ടണം. സോ അതിനുവേണ്ടി നമുക്കറിയായിരിക്കും ഈ റെഡ് കുറച്ചായാണ് സിയാന് കിട്ടുന്നത്. അപ്പോൾ നമ്മളിവിടെ റെഡിൻ്റെ അടുത്താണ് നമ്മളെല്ലാവരും പോയിൻറ്റ്സ് ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, റെഡിൻ്റെ ഇവിടെ പോയിൻറ്റ്സ് ഇട്ടിട്ട് ഈ ഒരു ഏരിയ ആണല്ലോ ഹൈലൈറ്റ് ഏരിയ. അപ്പോൾ ഇതൊന്ന് താത്തി കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഗ്രീൻ ടോൺ കിട്ടുന്നതാണ്, ഫേസിൽ ബാധിക്കാത്ത രീതിയിൽ. ഓക്കെ, കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല, കാരണം നമ്മൾ ഈ ബ്ലൂ കളറും ഹൈലൈറ്റ് ഏരിയയിലേക്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ലെവലിലാണ് കൊടുക്കുന്നത്. എന്നിട്ട് ഈ താഴെയുള്ള കളറ് കുറച്ചൊരു യെല്ലോ ടോണിലേക്ക് കൊടുക്കാം. അതായത് ഷാഡോസ് എന്ന് പറയുന്നത് താഴത്തി കൊടുത്തു കഴിഞ്ഞാൽ യെല്ലോ ടോൺ വരുന്നതാണ്. ഓക്കെ, ഇത് കുറച്ചും കൂടിയും ടൈം എടുത്ത് ചെയ്യേണ്ടതാണ്. അപ്പം ഞാനിപ്പം ചെയ്തപ്പോൾ ഇതാണ് ബിഫോർ, ഇതാണ് ആഫ്റ്റർ. നിങ്ങൾക്കൊരു ചെറുതായിട്ടൊരു ടീൽ ആൻഡ് ഓറഞ്ച് ലുക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇത് കുറച്ച് കൂടുതൽ സമയം എടുത്ത് ചെയ്യേണ്ടതാണ്. ഇങ്ങനെ നിങ്ങൾക്ക് കുറച്ചും കൂടി ടൈമൊക്കെ എടുത്തിട്ട് നിങ്ങൾ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കർവ് ടൂൾ വെച്ചിട്ട് കളർ ഗ്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ്. നല്ലൊരു പവർഫുൾ ടൂളാണ്. പിന്നെ ഈ ഒരു ടൂൾ ഉണ്ടല്ലോ, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ കണ്ട ഈ റെസ്കർ ഉണ്ടല്ലോ, അതായത് ഈ ഒരു വൈറ്റ് ഏരിയ ഉണ്ടല്ലോ, ഇത് ഒന്നും കൂടി നിങ്ങൾക്ക് സ്പീഡപ്പ് ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് ഒരു ഏരിയ സെലക്ട് ചെയ്തിട്ട് അവിടെ മാത്രം ബ്രൈറ്റ് ആക്കുവാനും ഡാർക്ക് ആക്കുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൂൾ സെലക്ട് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട ഏരിയ ഏതാണോ സെലക്ട് ചെയ്തിട്ട് ഇവിടുന്ന് നിങ്ങൾക്ക് വേണ്ട ഏരിയ മാത്രം ഇങ്ങനെ കുറച്ചും കൂടിയും കുറച്ചിട്ട് കളിച്ചിട്ട് നിങ്ങൾക്ക് കറക്റ്റ് ആ ഒരു ഏരിയ മാത്രം, ഇപ്പോൾ 3 ഏരിയയാണ് സെലക്ട് ചെയ്ത്, കുറച്ചും കൂടി ഇങ്ങോട്ടായി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ, അങ്ങനെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് ഒരു ഇന്ന ഏരിയ മാത്രം സെലക്ട് ചെയ്ത് ആക്കിയെടുക്കാൻ പറ്റുന്നതാണ്. എന്തായാലും ഇത്രയൊക്കെയാണ് കർവ് ടൂളിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഇതാണ് കർവ് ടൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മെയിൻലി എല്ലാവരും യൂസ് ചെയ്യുന്ന ആ ഒരു എസ് കർവ് ക്രിയേറ്റ് ചെയ്ത് കോൺട്രാസ്റ്റ് കൊണ്ടുവരാനും പിന്നെ കളർ ഗ്രേഡ് ചെയ്യുമ്പോൾ മൂഡി ലുക്കൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അതല്ലാതെ നിങ്ങൾക്ക് ഈ ഒരൊറ്റ ടൂൾ വെച്ചിട്ട് മാത്രം നിങ്ങൾക്ക് ഫോട്ടോ അടിപൊളിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ അടുത്ത വീഡിയോയിൽ നമ്മൾ HSL ടൂളിനെ പറ്റി പറയുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.